വെൽക്കം ബാക്ക് ടു വിങ് ബാക്ക് സ്റ്റോറീസ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ചെൽസിക്ക് ഹിൽ ഡിക്കിൻസൺ സ്റ്റേഡിയത്തിൽ എവർട്ടൻ്റെ കയ്യിൽ നിന്ന് 3-0 എന്നുള്ള രീതിയിൽ നേരിട്ടിട്ടുള്ള ഒരു വളരെ വലിയൊരു നാണക്കേടിനെ കുറിച്ചാണ്. അതായത് എവർട്ടൻ്റെ ആ ഒരു ചരിത്രത്തിൽ അവർ മോഡേൺ പ്രീമിയർ ലീഗ് എറയിൽ ഇതിലും വലിയൊരു വിജയം ചെൽസിക്കെതിരെ നേടിയിട്ടില്ല. 3-0 എന്നുള്ള രീതിയിൽ ക്ലീൻ ഷീറ്റോടെയാണ് അവർ ഈ ഒരു മത്സരത്തിൽ ജയിച്ച് കയറിയിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, ഒരുപാട് റെക്കോർഡുകൾ എവർട്ടന് വേണ്ടിയിട്ട് ചെൽസി ഡൊണേറ്റ് ചെയ്യുന്ന ഈ ഒരു മത്സരത്തിൽ നമ്മൾ കണ്ടു. 2014-15 സീസണിന് ശേഷം അവർ ഹോമിൽ 2 മത്സരങ്ങൾ അടുപ്പിച്ച് ഇതുവരെ ജയിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് മുന്നുണ്ടായിരുന്നത് ഗുഡിസൺ പാർക്കായിരുന്നു. അവിടുന്ന് മാറിപ്പോൾ അവർ പുതിയ സ്റ്റേഡിയത്തിലേക്ക് മാറി, ഹിൽ ഡിക്കിൻസൺ സ്റ്റേഡിയത്തിലേക്ക് മാറി. അപ്പോൾ അവിടെ അവർക്കിപ്പോൾ 2 മത്സരങ്ങൾ ഇപ്പോൾ അടുപ്പിച്ച് ജയിക്കാനായിട്ട് പറ്റിയിരിക്കുകയാണ്. അതും ചെൽസിയുടെ ഒക്കെ ഒരു കോൺട്രിബ്യൂഷനാണ്. അതുപോലെ തന്നെ ബെറ്റോന് തൻ്റെ കരിയറിലെ 2ാമത്തെ ബ്രേസാണ് ഇന്നലെ അടിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. ഒന്നുകൂടി ചെൽസി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റോയ്ക്ക് ഒരു ഹാട്രിക്ക് നേടാനുള്ള ഒരു അവസരം വരെ ഉണ്ടായിരുന്നു മത്സരത്തിൽ. അതുപോലെ തന്നെ അവരുടെ ലാസ്റ്റ് 8 മത്സരങ്ങളിലെ ആദ്യത്തെ ക്ലീൻ ഷീറ്റാണ് ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നത് എവർട്ടണ്. ഇങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യാനായിട്ട് എവർട്ടനെ ചെൽസി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെൽസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു റിയാക്ഷൻ എന്തായാലും കാഴ്ചവെക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതായത് ലാസ്റ്റ് 3 മത്സരങ്ങൾ ഓൾ കോമ്പറ്റീഷനിൽ നല്ല രീതിയിൽ തോറ്റിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ചാമ്പ്യൻസ് ലീഗ് എക്സിറ്റ് ഉൾപ്പെടെയാണ് ഉള്ളത്. അത് ഓർക്കണം നമ്മൾ. PSG എതിരെയുള്ള 2 ലെഗിൽ 8-2 എന്നുള്ള സ്കോർ ലൈനിൽ അവർ തോറ്റിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പ്രീമിയർ ലീഗിൽ ന്യൂകാസലിനെതിരെ ആയാലും 1-0 എന്നുള്ള സ്കോർ ലൈനിൽ അവർ തോറ്റു. ഈ മത്സരത്തിലാണെങ്കിലും 3-0 എന്നുള്ള സ്കോർ ലൈനിൽ തോറ്റു. അങ്ങനെ ലാസ്റ്റ് 4 മത്സരങ്ങളിൽ ഓൾ കോമ്പറ്റീഷനിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12 ഗോൾസാണ് ചെൽസി കൺസിഡർ ചെയ്തിട്ടുള്ളത്. ആകെ 2 എണ്ണം മാത്രമാണ് അവർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ റോസനിയർ എന്താണ് ഈ ഒരു പ്ലെയേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നതെന്നോ അല്ലെങ്കിൽ എന്തൊക്കെ ചേഞ്ചാണ് അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്നുള്ളൊരു യാതൊരു ഐഡിയയും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണുന്നില്ല. ഇപ്പോൾ മത്സരം തുടങ്ങിയത് ഉള്ള ഒരു ശൈലി നോക്കുകയാണെങ്കിലും ബാക്ക് ഫോറിലേക്ക് നോക്കുകയാണെങ്കിലും നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ ചലവയ്ക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്തായാലും ഔട്ടായിരുന്നു. അപ്പോൾ അതിന് പകരം ഒരു സെൻട്രൽ ഡിഫൻഡറിനെ അവിടെ വെക്കുന്നതിന് പകരം ഹാറ്റോനെ പിടിച്ചിട്ടാണ് സെൻട്രൽ ഡിഫൻഡറായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്, ഫൊഫാനയ്ക്ക് കൂട്ടായിട്ട്. അതുപോലെ തന്നെ റൈറ്റ് ബാക്കായിട്ട് ഗുസ്റ്റാണ് ഉണ്ടായിരുന്നത്, റീച്ച് ജെയിംസിന് പരിക്കായിരുന്നു. ലെഫ്റ്റ് ബാക്കായിട്ട് കുക്രേയാണ് ഉണ്ടായിരുന്നത് മത്സരം സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത്. അപ്പം നമുക്കറിയാം ഒരു ലെഫ്റ്റ് ബാക്കിനെ പിടിച്ചിട്ട് സെൻട്രൽ ആ ഒരു ഡിഫെൻഡിങ് ഏരിയയിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു യങ് പ്ലെയറും ആണ് ഹാറ്റോ. അതുപോലെ തന്നെ അദ്ദേഹത്തിന് കുറച്ചുകൂടി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളത് ഓൾറെഡി നമുക്ക് കളി കാണുന്ന ഫാൻസ് ആയിട്ടുള്ള നമുക്ക് വരെ അറിയാം. പക്ഷേ റോസനിയർ ഇപ്പോഴും അത് ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല, ഇതൊരു മിസ്റ്റേക്ക് ആണെന്നുള്ള ഒരു കാര്യം. കളി തുടങ്ങുന്ന ആ ഒരു സാഹചര്യത്തിൽ ഫസ്റ്റ് ഹാഫിൽ മിസ്റ്റേക്സ് ആഫ്റ്റർ മിസ്റ്റേക്സ് ആണ് ചെൽസിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അതായത് നിങ്ങൾ ആദ്യത്തെ ഗോൾ അടിച്ചോ എന്നുള്ള രീതിയിൽ ചെൽസി പറയുന്ന പോലെയാണ്, എവർട്ടനോട് പറയുന്ന പോലെയാണ് അവർ കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് മിസ് പാസ് ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഗോൾ കീപ്പറുടെ ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നു, സാഞ്ചസിൻ്റെ ഭാഗത്ത് നിന്ന്. അതുപോലെ തന്നെ ഫൊഫാന മിസ് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹാറ്റോയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, കൈസയുടെ ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നു, ഈവൻ എൻസോയുടെ ഭാഗത്ത് നിന്ന് പോലും. അത് സ്വന്തം ഹാഫിലായിരുന്നില്ല, ഓപ്പോസിഷൻ ഹാഫിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു ഒരു മിസ് പാസ് വന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ മിസ്റ്റേക്ക് ആഫ്റ്റർ മിസ്റ്റേക്ക് ഉള്ള രീതിയിൽ ചെൽസി ഒരുപാട് പൊസിഷൻ ഗിവ് ചെയ്യുന്നുണ്ടായിരുന്നു. അതും സ്വന്തം ആ ഒരു ബാക്ക് ലൈനിൽ വെച്ചിട്ടാണ് അതെല്ലാം ചെയ്യുന്നത്. അതിൽ തന്നെ ആ സാഞ്ചസ് കൊടുത്തിട്ടുള്ള അവസരം ബെറ്റോയ്ക്ക് അത് ഫിനിഷ് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 10 മിനിറ്റിൽ തന്നെ അവർ പുറകിൽ പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മുതലെടുക്കാനായിട്ട് ബെറ്റോന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബെറ്റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അത്രയും വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്കറും കാര്യങ്ങളൊന്നും അല്ല അദ്ദേഹം. പക്ഷേ ആ ഒരു മൊമെൻറ്റ്സിൽ അദ്ദേഹം ബ്രില്യൻസ് കാഴ്ചവെക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കെൽപ്പുള്ളൊരു താരമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്നത്തെ മത്സരത്തിൽ 2 ഗോളുകൾ അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ചെൽസിക്ക് യാതൊരു കൺട്രോൾ ഉണ്ടായിരുന്നില്ല തുടക്കത്തിൽ. ഭയങ്കര സ്ലോ ആയിട്ടാണ് അവർ കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു കളിക്കാനൊരു കോൺഫിഡൻസ് ഇല്ല, എങ്ങനെയാണ് ബോൾ പ്രോഗ്രസ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത രീതിയിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ കണ്ടിന്യൂസ് ആയിട്ട് വരുത്തുന്നു. ആ ഒരു ഫസ്റ്റ് 15 മിനിറ്റ്സിൽ തന്നെ എവർട്ടന് 1-2 ഗോളുകൾ അടിക്കാനുള്ള ചാൻസുകൾ വരെ ഇത് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ടീമിൽ അത്രയും ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് അവർക്കത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ കളി ഈ ഒരു രീതിയിലാണ് കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ചെൽസി. അവരുടെ ഫസ്റ്റ് ഓപ്പോസിഷൻ ബോക്സിൽ ഫസ്റ്റ് ടച്ച് തന്നെ വന്നത് 15 മിനിറ്റിന് ശേഷമാണ്. 16ാമത്തെ മിനിറ്റിലാണ് നെറ്റോയ്ക്കാണ് ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹമാണ് ആ ഒരു ഫസ്റ്റ് ടച്ച് ഓപ്പോസിഷൻ ബോക്സിൽ എടുക്കുന്നത്. പിന്നീട് കളി കുറച്ചുകൂടി പുരോഗമിച്ചപ്പോൾ ചെൽസി കുറേ കൂടിയും അവർ ഗെയിമിൽ കുറച്ചുകൂടി ഇൻവോൾവ് ആകുന്നത് കണ്ടു. സ്ലൈറ്റ്ലി ആണെങ്കിൽ പോലും അവരൊരു ഇൻറ്റൻസിറ്റി എല്ലാം ഒന്ന് ഹൈ ആക്കി വരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രിപ്പ് കിട്ടി തുടങ്ങി ചെൽസിക്ക് കളിയിൽ. കുറച്ചുകൂടി അറ്റാക്കുകൾ വന്നു. കോൾ പാമർ കുറേ കൂടിയൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം സെൻറ്ററിലൂടെ ബോൾ പ്രോഗ്രസ് ചെയ്തിട്ട് വിങ്ങിലേക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് അറ്റാക്ക് പ്രൊഡ്യൂസ് കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. എൻസോ കാര്യങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആക്കിയിട്ട് കളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത്രയും നല്ലൊരു പ്രകടനമായിരുന്നില്ല എൻസോയുടെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അദ്ദേഹം ശ്രമിക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ ഇങ്ങനെയൊക്കെ കളി കുറച്ചുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോയി. ഒരു ഏകദേശം 30 മിനിറ്റ് ആ ഒരു സമയം വരെ ചെൽസി നല്ല രീതിയിൽ പിന്നീട് കളിയിലേക്ക് തിരിച്ചു വരുന്നത് കണ്ടു. 1-2 അറ്റംപ്റ്റ് കാര്യങ്ങളെല്ലാം അവർ നടത്തുന്നുണ്ടായിരുന്നു, പക്ഷേ ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എവർട്ടൺ അവരുടെ ഫസ്റ്റ് ഗോൾ അടിക്കുന്നത്. അത് വളരെ സിമ്പിളായിരുന്നു. ബാക്കിൽ നിന്ന് ബോൾ ബിൽഡ് ചെയ്തു, അവിടെ നിന്ന് നേരെ മിഡ്ഫീൽഡിൽ ഗാർണർക്കാണ് ബോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് നേരെ സിമ്പിളായിട്ട് ഒരു ത്രൂ ബോൾ റിലീസ് ചെയ്യണം. അതായത് നമുക്ക് ഓർക്കണം, ആ ബോളിലേക്ക് ഓടിയിട്ടുണ്ടായിരുന്നു ഫൊഫാനയും ബെറ്റോണ് ഓടിയിട്ടുണ്ടായിരുന്നത്. ഈവൻ ഫൊഫാനയ്ക്ക് ബെറ്റോനെ ഓടി പിടിക്കാനായിട്ട് പറ്റുമായിരുന്നു, പക്ഷേ അദ്ദേഹം ബോൾ നോക്കിയപ്പോൾ ബോക്സിലേക്ക് ബോൾ എത്തുന്ന സാഹചര്യത്തിൽ സാഞ്ചസ് അവിടെ നിന്ന് കോൾ ചെയ്യുന്നുണ്ടായിരുന്നു വരാനായിട്ട്. അപ്പം തന്നെ ആ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ കാണുന്നത്. ഫൊഫാനാണെങ്കിലോ ഓക്കെ അപ്പം തന്നെ ഡിസൈഡ് ചെയ്തു ഓൾറെഡി സാഞ്ചസ് വരുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഞാൻ ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഫൊഫാന കൈ ഒഴിച്ചാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. സാഞ്ചസ് വന്നിട്ട് ബോൾ ക്ലിയർ ചെയ്യുക അല്ലെങ്കിൽ ക്യാച്ച് ചെയ്യുന്നുള്ള രീതിയിൽ. പക്ഷേ ബെറ്റോ അവിടെ നല്ല രീതിയിൽ ആ ഒരു മൊമെൻറ്റ് അതേ എടുക്കുകയും അവിടെ നിന്ന് ഒരു ഡിങ് ഫിനിഷ് ചെയ്യുകയാണ് സാഞ്ചസിന് മുകളിലൂടെ. അങ്ങനെ 1-0 എന്നുള്ള രീതിയിൽ എവർട്ടൺ മത്സരത്തിൽ ലീഡ് നേടുകയാണ്. അപ്പോൾ ചെൽസി അവരുടെ ആ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അവരുടെ ഈ ഒരു ലാക്ക് ഓഫ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഒരു ഗോൾ വന്നിട്ടുണ്ടായിരുന്നത് അവരുടെ ഭാഗത്ത് നിന്ന്. ഇവൻ ആ ഒരു മുന്നേറ്റത്തിൻ്റെ ആ തുടക്കം തന്നെ ഗാർണറിലേക്ക് ബോൾ കിട്ടുമ്പോൾ ലാവി അവിടെ നിന്ന് ഒരു അറ്റംപ്റ്റ് പോലും നടക്കുന്നില്ല. അതായത് ആ ഒന്ന് ക്ലോസ് ഡൗൺ ചെയ്യാനോ ഒന്നും. ഈസി ആയിട്ടാണ് ഗാർണർ ആ ഒരു ബെറ്റോൻ്റെ റണ്ണ് കാര്യങ്ങളെല്ലാം പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഫസ്റ്റ് ഹാഫിൽ പിന്നീട് കുറേ കാര്യങ്ങളൊന്നും ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടുണ്ടായിരുന്നില്ല രണ്ട് ടീമിൻ്റെ ഭാഗത്തുനിന്നും. വലിയ കാര്യമായിട്ട് പിന്നീട് അറ്റംപ്റ്റുകൾ കാര്യങ്ങൾ 1-2 എൻസോന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഈ ഗോൾ വന്നതിന് ശേഷമാണ് ഉണ്ടായിരുന്നത്. ചെൽസി കുറച്ചുകൂടി ഉണർന്ന് കളിക്കാനായിട്ട് ഒന്ന് തീരുമാനിച്ചു. അവർക്ക് മനസ്സിലായി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കളി കയ്യിൽ നിന്ന് പോകുന്നുള്ളത്. അങ്ങനെ 1-2 ചാൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കി. എൻസോ ഒരു പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു കോർണറിന് വന്ന ഒരു ബോളിൽ. അത് ആദ്യം പിക്ഫോർഡ് തട്ടി അകറ്റിയിട്ടുണ്ടായിരുന്നു, പക്ഷേ വന്ന് വീണുണ്ടായിരുന്നു എൻസോൻ്റെ കയ്യിലായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് ഒരു ഷോട്ട് തീർക്കുന്നു, പക്ഷേ പിക്ഫോർഡ് വളരെ അടിപൊളിയായിട്ട് അതൊരു സേവ് നടത്തിയിട്ട് എവർട്ടനെ അവിടെ രക്ഷിക്കുന്നതാണ് കണ്ടത്. സോ ഇതൊക്കെ ആയിരുന്നു ഫസ്റ്റ് ഹാഫിലുള്ള ഒരു പെർഫോമൻസിൽ ഉണ്ടായിരുന്നത്. സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ ടാക്ടിക്കൽ ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് റോസനിയർ ഗർനാച്ചോനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർ മലാഗസ്റ്റോനെ മാറ്റിയിട്ട് ഗർനാച്ചോനെ കൊണ്ടുവന്നു. അപ്പോൾ ഗർനാച്ചോ വന്ന ആ ഒരു സാഹചര്യത്തിൽ മിഡ്ഫീൽഡിൽ നിന്ന് കൈസൈഡാണ് പിന്നീട് റൈറ്റ് ബാക്കായിട്ട് കളിക്കുന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ടാക്ടിക്കലി അവരൊരു ചേഞ്ച് കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുക്രയെ കുറേ കൂടിയും ഇൻവേർട്ടഡ് ഫുൾ ബാക്കായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അതായത് കൂടുതലും മിഡ്ഫീൽഡിലേക്ക് അവിടെ നിന്ന് അറ്റാക്കിലേക്കും പ്രോഗ്രസ് ചെയ്യാനായിട്ട്. അതായത് ഗർനാച്ചോ ലെഫ്റ്റ് സൈഡിൽ വൈഡായിട്ട് നിൽക്കും, ആ ഒരു ഇൻസൈഡ് പാർട്ടിലേക്ക് റണ്ണ് കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് കുക്കറേയും നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു രീതിയിലാണ് അവർ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. റൈറ്റ് ഓൺ അറ്റാക്ക് എന്നുള്ള രീതിയിൽ അവർ കുറച്ച് മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചു, പക്ഷേ അവിടെ നിന്നൊരു എൻഡ് പ്രൊഡക്റ്റ് കാര്യങ്ങളൊന്നും വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ മത്സരം പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അവർമാർക്ക് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്തിലാണ് എവർട്ടൻ്റെ രണ്ടാമത്തെ ഗോൾ വരുന്നത്. അതായത് ബെറ്റോൻ്റെ ആയാലും രണ്ടാമത്തെ ഗോൾ വരുന്നത്. ആ ഗോൾ വരുന്നുണ്ടായിരുന്നത് ചെൽസിയുടെ മിഡ്ഫീൽഡിൽ നിന്ന് ഒരു ലെഫ്റ്റിലേക്ക് ഒരു ബോൾ കൊടുക്കുകയാണ്. ആ ബോളിലേക്ക് 2 പേര് ഓടി വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് കുക്രയ, അതുപോലെ തന്നെ എൻസോ ഫെർണാണ്ടസ്. പക്ഷേ ഇവർ 2 പേരുടെ നടുക്കിലേക്കാണ് ആ ബോൾ വന്നിട്ടുണ്ടായിരുന്നത്. ആ ബോളിലേക്ക് പക്ഷേ പ്രസ് ചെയ്തിട്ട് ആദ്യം തന്നെ ക്യാപ്ചർ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇഡ്രിസ് ഗായ ആയിരുന്നു. അതേ അവരുടെ 2 പേരുടെ ഇടയിൽ കൂടെ ആ ബോൾ അവിടെ നിന്ന് പിക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്കറിയാം ചെൽസിയുടെ ആ ഒരു ബാക്ക് ലൈനിൽ കുക്രയെ ഓൾറെഡി കയറി വന്നുകൊണ്ട് തന്നെ ആ ഒരു ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ഇപ്പോൾ വളരെ ഓപ്പൺ ആയിരുന്നു ആ ഒരു സമയത്ത്. പക്ഷേ ഈവൻ ഫൊഫാന പോലും അങ്ങോട്ടേക്ക് ഒന്ന് കയറി വന്നിട്ട് അല്ലെങ്കിൽ ഹാറ്റ പോലും അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് ഒന്ന് ക്ലോസ് ഡൗൺ ചെയ്യാൻ പോലും നോക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇഷ്ടം പോലെ സ്പേസാണ് അവിടെ കിടക്കുന്നുണ്ടായിരുന്നത്. ഗായ ബോൾ കൊണ്ട് അവിടെ നിന്ന് റൺ ചെയ്ത് പോയിട്ട് അവിടെ നിന്ന് ബെറ്റോനെ പിക്ക് ചെയ്യാണ്. ബെറ്റോ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ നിന്നൊരു ടൈറ്റ് ആംഗിളാണ്, അവിടെ നിന്ന് ഗോൾ അടിക്കുകയാണെങ്കിൽ ഒരു എക്സെപ്ഷണലായിട്ട് കോർണറിലേക്ക് ഫിനിഷ് ചെയ്യുക കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടി വരും. പക്ഷേ ബെറ്റോ അതിനൊന്നും ശ്രമിക്കാതെ പവർ കൂടുതലും ഇൻഡ്യൂസ് ചെയ്തിട്ട് നല്ലൊരു ഷോട്ട് തീർക്കുകയാണ്. അത് സാഞ്ചസ് നല്ല രീതിയിൽ സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കണമായിരുന്നു, പക്ഷേ അത് സാഞ്ചസിൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടെയാണ് ഗോളായിട്ടുണ്ടായിരുന്നത്. അത് എങ്ങനെ പോയാലും സാഞ്ചസ് സേവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. ഇങ്ങനെ ഒരു നേരെ വരുന്ന ബോളാണ്, പ്രത്യേകിച്ച് ഡിഫ്ലക്ഷൻ കാര്യങ്ങളൊന്നും ആ ബോളിൽ ഉണ്ടായിരുന്നില്ല. എങ്ങനെ പോയാലും സേവ് ചെയ്യേണ്ട, ഗോൾ കീപ്പർ സേവ് ചെയ്യേണ്ടായുള്ള ഒരു സിറ്റുവേഷനിൽ അവിടെ ഗോൾ വഴങ്ങുകയാണ്. അങ്ങനെ 2-0 എന്നുള്ള രീതിയിൽ എവർട്ടൺ ലീഡ് എടുക്കുകയാണ്. സോ ഈ ഒരു സാഹചര്യത്തിൽ ചെൽസിയുടെ ലെഫ്റ്റ് ബാക്ക് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറ്റാക്കിന് പോയിരിക്കുക എന്നുള്ള രീതിയിലാണ് നമുക്ക് മത്സരത്തിൽ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ കുറേ കൂടിയും കയ്യിൽ നിന്ന് കളി പോയെന്ന് മനസ്സിലായപ്പോഴാണ് റോസനിയർ തീരുമാനം എടുക്കുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല, എസ്തവാനൊക്കെ ഒന്ന് കൊണ്ടുവന്ന് നോക്കാം എന്നുള്ള രീതിയിൽ ഈ ഒരു ഇതിന് ശേഷം ലാസ്റ്റ് ഒരു 20-25 മിനിറ്റ് കളിക്കാൻ വേണ്ടി മാത്രമാണ് എസ്തവ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം വന്നതിന് ശേഷം ആണ് ഒരു സ്പാർക്ക് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ
റൈറ്റ് വിങ്ങിലാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷന് ശേഷം. അപ്പോൾ അവിടെ നിന്നായാലും കട്ട് ഇൻസൈഡ് ചെയ്ത് വന്നിട്ടായാലും 1-2 റൺസ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് 2-3 കോർണേഴ്സ് എല്ലാം അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്കില്ല് വെച്ചിട്ട് നേടിയെടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കോർണറിൽ കിട്ടിയിട്ട് ഒരു അറ്റംപ്റ്റ്, ഡയറക്റ്റ് ഗോളിലേക്ക് ഒരു അറ്റംപ്റ്റ് മെസ്തയുടെ ഭാഗത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ചെൽസി കുറേ കൂടി കളിയിലേക്ക് തിരിച്ചു വരുന്നുള്ളത് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇനി മത്സരത്തിൽ 3ാമത്തെ ഗോൾ വന്നത് വളരെ സിമ്പിൾ ഗോളായിരുന്നു. അതായത് കളി മുഴുവൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവർട്ടൻ്റെ ഗോളുകളെല്ലാം വന്നിട്ടുണ്ടായിരുന്നത് ഡയറക്റ്റ് ഗോളുകളാണ്, അല്ലെങ്കിൽ കൗണ്ടർ അറ്റാക്കിങ് ഗോളുകളാണ്. അവിടെ സൈഡ് വൈസ് പാസോ കാര്യങ്ങളോ ഒന്നും എവർട്ടൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല. ഈ ഗോൾ വരുന്ന തന്നെ പിക്ഫോർഡ് ഒരു ബോൾ ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ്, സ്വന്തം പോസ്റ്റിൻ്റെ അവിടെ നിന്ന് ബോൾ ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ്. ആ ബോളിലേക്ക് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ബെറ്റോ ആയിരുന്നു. ബെറ്റോ ഹെഡ് ചെയ്ത് കൊടുത്ത ബോൾ എൻജായിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. എൻജായിലേക്ക് ബോൾ വന്ന് വീണപ്പോൾ റൈറ്റ് ബാക്കായിട്ട് നമുക്കറിയാം ഇപ്പോൾ കൈസൈഡാണ് നിൽക്കുന്നത്. പക്ഷേ അദ്ദേഹം അവിടെ നിന്ന് ആ ഒരു റണ്ണ് ഡിലേ ചെയ്യാനായിട്ട് നോക്കാമെന്നല്ലാതെ അങ്ങോട്ടേക്ക് കയറി അറ്റാക്ക് ചെയ്തിട്ട് അതൊന്ന് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നില്ല. നമുക്കറിയാം അദ്ദേഹം ഒരു നാച്ചുറൽ റൈറ്റ് ബാക്ക് പ്ലെയർ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻജോയുടെ റൺ അവിടെ ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. എൻജോയ് ആണെങ്കിൽ അവിടെ നിന്ന് ആ ബോൾ ഒന്ന് കട്ട് ഇൻസൈഡ് ചെയ്തിട്ട് ടോപ്പ് ബിൻസിലേക്കാണ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സാഞ്ചസ് ചാടി നോക്കി ഒരു തരത്തിലെത്തുന്നുണ്ടായിരുന്നില്ല. ആ ഒരു ഗോൾ, അതായത് ആ കട്ട് ഇൻസൈഡ് ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലും ചെയ്യണമായിരുന്നു ആ ഗോൾ തടയാനായിട്ട്. ആ കട്ട് ഇൻസൈഡ് ചെയ്തതിന് ശേഷം ഒന്നും ചെയ്യാനായിട്ടുണ്ടായിരുന്നില്ല. വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ഫിനിഷാണ് എൻജോയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 3-0 എന്നുള്ള രീതിയിൽ 72ാമത്തെ മിനിറ്റിൽ എവർട്ടൺ കളി കിൽ ഓഫ് ചെയ്യാണ്. അവിടെ നിന്ന് ഇനി ചെൽസിക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാനായിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ചേഞ്ചസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എവർട്ടൻ്റെ ഭാഗത്തുനിന്നായാലും ചെൽസിയുടെ ഭാഗത്തുനിന്നായാലും. ചെൽസി ഈ ഒരു ഗോളിന് ശേഷമാണ് ടൊസിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കൈസഡനെ പിൻവലിച്ചിട്ട്. അതുപോലെ തന്നെ ജോ പെട്രോയ്ക്ക് പകരം ഡിലാപ്പിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഒരുപാട് വൈകിപ്പോയി അങ്ങനെയുള്ള ചേഞ്ചസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട്. അതുപോലെ ഡേവിഡ് മോയ്സിനെ സംബന്ധിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗോളിനോട് ശേഷം അദ്ദേഹം കളി കിൽ ഓഫ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ബ്രാൻഡ് വെയിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർ ലാസ്റ്റ് ഒരു 5-4-1 എന്നുള്ള രീതിയിലാണ് ഡിഫെൻഡിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ പോയൊരു മത്സരത്തിൽ ചെൽസിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും എടുത്തു പറയാനുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ആകെ ഒരു അയസ്തോ വന്നിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ് മാത്രമാണ് ആകെ ചെൽസിക്ക് എന്തെങ്കിലും എടുത്തു പറയാനായിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എൻസോ ഫെർണാണ്ടസിൻ്റെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പാമർ ആണെങ്കിലും ഒന്ന് കുറച്ചുകൂടി ബെറ്ററായിട്ട് കളിക്കാൻ ശ്രമിച്ചു, ചാൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബാഡ് പെർഫോമൻസ് ആണ് ചെൽസിയുടെ ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അവർക്കൊരു റിയാക്ഷൻ വേണ്ടത് അത്യാവശ്യമായിരുന്നു. കളിയിൽ നമ്മൾ എവസ്റ്റാൻഡ് നോക്കുമ്പോൾ തന്നെ അറിയാം, 90 മിനിറ്റ് ആവുന്നതിന് മുന്നേ തന്നെ എവസ്റ്റാൻഡ് ഓൾമോസ്റ്റ് ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു. എല്ലാ ചെൽസി ആരാധകരാണെങ്കിലും ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഇനി കൂടുതൽ പ്രോഗ്രസ് ചെയ്യാൻ പറ്റില്ല. ചെൽസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത 2 കളി പ്രീമിയർ ലീഗിൽ വരുന്നത് മാഞ്ചസ്റ്റർ ക്ലബ്ബുകളായിട്ടാണ്. ആദ്യം മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് കളി വരുന്നുണ്ട്, അതുപോലെ തന്നെ യുണൈറ്റഡ് ആയിട്ടാണ് അടുത്ത കളി വരുന്നത്. സോ എന്തായാലും അവർക്ക് ഇനി ടഫർ ഫിക്സ്റ്റേഴ്സ് ആണുള്ളത്. അവർക്ക് ആ ഒരു ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഇനി മത്സരങ്ങൾ കൂടുതൽ തോൽക്കാതെ അല്ലെങ്കിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്യാതെ കളിച്ചാലേ അവർക്ക് ആ ഒരു സ്പോട്ട് കിട്ടുള്ളൂ. ഇന്നലത്തെ മത്സരത്തിന് ശേഷം ഇപ്പോൾ എവർട്ടണും ചെൽസിയും തമ്മിൽ ആകെ 2 പോയിൻ്റ് വ്യത്യാസം മാത്രമേ ഉള്ളൂ. എവർട്ടൺ ഇപ്പോൾ അവരുടെ യൂറോപ്യൻ ആ ഒരു സ്പോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കൂടുതൽ ശ്രമങ്ങൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെൽസിക്ക് നല്ലൊരു അവസരമായിരുന്നു ഈ ഒരു കളിയിൽ വരുമ്പോൾ. ഓൾറെഡി ലിവർപൂൾ പോയിന്റ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2-1 എന്നുള്ള രീതിയിൽ അവർ എവേ ഗ്രൗണ്ടിൽ ബ്രൈറ്റൻ്റെ സ്റ്റേഡിയത്തിൽ MX സ്റ്റേഡിയത്തിൽ തോറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെൽസിക്ക് ഈ ഒരു കളി ഈവൻ 1-0 എന്നുള്ള രീതിയിൽ ജയിക്കുകയാണെങ്കിൽ പോലും 4th പൊസിഷനിലേക്ക് പോകാനായിട്ടുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. അതാണ് അവർ ഇപ്പോൾ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ റീസെൻറ്റ് ഫോം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 4 മത്സരം ചെൽസി തോറ്റിട്ടാണ് ഇരിക്കുന്നത്. ഇനി അടുത്തതാണെന്നെങ്കിൽ ഒന്നുകൂടി ടഫർ ഫിക്സറാണ് വരുന്നത്, മാഞ്ചസ്റ്റർ സിറ്റി അഗെയിൻസ്റ്റ്. സോ ആ മത്സരത്തിൽ എന്താവും എന്നുള്ളത് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.